ഹായ് ഫ്രണ്ട്സ്, ദ സ്റ്റഡി റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് PG ഹിസ്റ്ററി ഫോർത്ത് സെമ്മിലെ പ്രോബ്ലംസ് ആൻഡ് ഡിബേറ്റ്സ് ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള ഡിബേറ്റ്സ് ഇൻ കണ്ടംപററി ഇന്ത്യ ആ ഒരു മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ലെഗസി ഓഫ് കൊളോണിയലിസം എന്ന ഭാഗമാണ്. നമുക്കറിയാം 1857 മുതൽ 1947 വരെ ഏകദേശം ഒരു നൂറ്റാണ്ട് ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. അതിനു മുൻപ് 1757 ബംഗാളിൽ ആരംഭിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പരോക്ഷ നിയന്ത്രണവും നിലനിന്നിരുന്നു. ഈ ദീർഘകാല ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക ഘടനകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഈ മാറ്റങ്ങളുടെ പല സ്വാധീനവും ഇന്നത്തെ ഇന്ത്യയിൽ തുടരുന്നുമുണ്ട്. അപ്പം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ ഒരു കേന്ദ്ര ഭരണകൂടത്തിന്റെ കീഴിൽ കൊണ്ടുവന്നു. മുൻപ് ഇന്ത്യ വിവിധ പ്രദേശങ്ങളായും രാജ്യങ്ങളായിട്ടും വിഭജിക്കപ്പെട്ടിരുന്നു. ഭാഷ, മതം, സാമൂഹിക ഘടന, ജീവിത നിലവാരം, നഗരവൽക്കരണം എന്നിവയിൽ വലിയ മാറ്റങ്ങൾ നിലനിന്നിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, ശ്രീലങ്ക എന്നിവ വേർപെട്ടെങ്കിലും ഇന്ത്യ ശക്തമായൊരു കേന്ദ്ര ഭരണ സംവിധാനം നിലനിർത്തി. എന്നിരുന്നാലും കോളനി ഭരണത്തിന്റെ സ്വാധീനവും പ്രാദേശിക ഭരണകൂടങ്ങളുടെ ശക്തിവർദ്ധനവും കാരണം രാജ്യവ്യാപക വികസനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പലപ്പോഴും ദുർബലമായിരുന്നു. ഭൂവുടമസ്ഥ അവകാശ വ്യവസ്ഥയും അതിന്റെ പാരമ്പര്യവും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് നികുതി ശേഖരിക്കുന്നതിനായിട്ട് ഭൂവുടമസ്ഥ അവകാശ വ്യവസ്ഥ നടപ്പിലാക്കി. ചില സ്ഥലങ്ങളിൽ ഭൂമിയുടെ അവകാശം ജമീന്ദാർമാർക്ക് നൽകിയപ്പോൾ മറ്റിടങ്ങളിൽ ഗ്രാമസമൂഹങ്ങൾക്കോ വ്യക്തിഗത കർഷകർക്കോ അവകാശങ്ങൾ നൽകി. ഈ വ്യത്യസ്ത സംവിധാനങ്ങൾ പ്രദേശങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ സ്ഥാപന രീതികൾ സൃഷ്ടിക്കുകയും വികസനത്തിൽ അസമത്വം ഉണ്ടാക്കുകയും ചെയ്തു. മൂലധനവാദവും സാമ്പത്തിക ആധുനികവൽക്കരണവും ബ്രിട്ടീഷ് ഭരണകാലത്ത് യൂറോപ്യൻ സാമ്പത്തിക ആശയങ്ങളും മൂലധനവാദ രീതികളും ഇന്ത്യയിൽ വ്യാപകമായി പ്രചരിച്ചു. കൃഷി ഉൾപ്പെടെയുള്ള മേഖലകൾ വാണിജ്യവൽക്കരിക്കപ്പെട്ടു. പുതിയ ഉൽപാദന രീതികളും വ്യാപാര രീതികളും അവതരിപ്പിക്കപ്പെട്ടു. തൊഴിലാളികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വർദ്ധിച്ചതോടെ തൊഴിൽ വിപണി രൂപപ്പെട്ടു. വാണിജ്യവൽക്കരണം ഇന്ത്യയുടെ നിയമവ്യവസ്ഥയുടെ വളർച്ചയ്ക്കും സാമ്പത്തിക സ്ഥാപനങ്ങളുടെ വികസനത്തിനും വഴിയൊരുക്കി. ഇന്ത്യയിൽ ഒരു കേന്ദ്ര ബാങ്ക് സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ശ്രമങ്ങൾ 1773 മുതൽ ആരംഭിച്ചിരുന്നു. ഒടുവിൽ 1935 ഇന്ത്യൻ RBI സ്ഥാപിക്കപ്പെട്ടു. ബ്രിട്ടനിൽ പരിശീലനം നേടിയ നിരവധി ഇന്ത്യൻ ഉദ്യോഗസ്ഥർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിലും സാമ്പത്തിക നയങ്ങളിലും സ്വാധീനം ചെലുത്തി. അടിസ്ഥാന സൗകര്യ വികസനം, റെയിൽവേ, കനാൽ, തുറമുഖങ്ങൾ, ഭരണകേന്ദ്രങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ വലിയ നിക്ഷേപങ്ങൾ നടത്തി. എന്നാൽ ഇവയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ പൊതുവികസനം അല്ലായിരുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും സൈനിക നീക്കങ്ങളും സുഗമമാക്കുന്നതിനായിരുന്നു ഈ വികസനങ്ങൾ. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ പൊതുസേവന മേഖലകളിൽ വളരെ കുറച്ച് നിക്ഷേപമാണ് ഉണ്ടായത്. ഇതിന്റെ ഫലമായി അടിസ്ഥാന സൗകര്യ വികസനം സമൂഹത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പരിമിതപ്പെടുത്തുകയും കുറഞ്ഞ ഉൽപാദനക്ഷമതയ്ക്ക് കാരണമാവുകയും ചെയ്തു. സമ്പത്ത് ചൂഷണവും സാമ്പത്തിക നാശവും ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള വലിയൊരു വിഹിതം സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകി. നികുതികൾ, ലാഭവിഹിതങ്ങൾ, പലിശ പിരിവുകൾ എന്നിവയുടെ രൂപത്തിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ബ്രിട്ടനിലേക്ക് മാറ്റപ്പെട്ടു. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പന്നമായ പ്രകൃതി വിഭവങ്ങളും തൊഴിൽ ശക്തിയും ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിച്ചതോടെ ഇന്ത്യ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി രാജ്യമായി മാറി. അതേസമയം പരമ്പരാഗത വ്യവസായങ്ങൾ, പ്രത്യേകിച്ച് വസ്ത്രനിർമ്മാണ മേഖല ക്ഷയിച്ചു. ഭക്ഷ്യവിളകൾക്ക് പകരം കയറ്റുമതിക്ക് വേണ്ടിയുള്ള നാണ്യവിളകൾ കൃഷി ചെയ്തതോടെ ക്ഷാമങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പ്രവേശനം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ അന്തർദേശീയ വ്യാപാരം വളരെ അധികം വർദ്ധിച്ചു. 1800 GDPയുടെ 2% താഴെയായിരുന്ന വ്യാപാരം 1914 20% ഉയർന്നു. ഇന്ത്യ ലോക സമ്പദ് വ്യവസ്ഥയുമായി കൂടുതൽ ബന്ധപ്പെട്ടു. എന്നാൽ ഈ തുറന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയെ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായും നിർമ്മിത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായും മാറ്റി. ഇതുമൂലം വ്യവസായവൽക്കരണം പിന്നോട്ടുപോയി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ വിദേശ മൂലധനത്തെയും
വ്യാപാരത്തെയും നിയന്ത്രിച്ചെങ്കിലും 1990കളിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ വീണ്ടും ആഗോള വിപണിയുമായി ബന്ധപ്പെട്ടു. അസമമായ വികസനം ബ്രിട്ടീഷ് ഭരണത്തിന്റെ താൽപര്യ സംരക്ഷണമായിരുന്നു. ഇന്ത്യയുടെ ആവശ്യങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെട്ടു. ചില രാജ്യങ്ങളിൽ ബ്രിട്ടീഷ് ഭരണത്തിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ വികസനം അസമമായി നടന്നു. ഇത് അധോ അസമ വികസനം, അണ്ടർ ഡെവലപ്മെന്റ് എന്ന അവസ്ഥയ്ക്ക് കാരണമായി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യക്ക് സാമൂഹികവും സാമ്പത്തികവുമായ നിരവധി പ്രശ്നങ്ങൾ പാരമ്പര്യമായി ലഭിച്ചു. ലെഗസി ഓഫ് കൊളോണിയലിസം എന്ന് പറയുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ദീർഘകാലം ഭരിച്ചതിന്റെ ഫലമായി സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും നിലനിൽക്കുന്ന സ്വാധീനങ്ങളെയാണ് ലെഗസി ഓഫ് കൊളോണിയലിസം എന്ന് പറയുന്നത്. ഇതിൽ പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും എക്കണോമിക് ആയിട്ടും കൾച്ചറൽ ആയിട്ടുള്ള ലെഗസീസ് നിലനിൽക്കുന്നുണ്ട്. അവ ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. ആധുനിക ഭരണ സംവിധാനം, അതുപോലെ തന്നെ ബ്യൂറോക്രസി, സിവിൽ സർവീസ്, നിയമവ്യവസ്ഥയും കോടതികളും, പാർലമെന്ററി ജനാധിപത്യത്തിന്റെ സ്വാധീനം. പ്രധാനമായിട്ടും ഈ സിവിൽ സർവീസ് അങ്ങനെയുള്ള ആധുനിക ഭരണ സംവിധാനങ്ങളൊക്കെ ബ്രിട്ടീഷുകാരാണ് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അടുത്തതാണ് സാമ്പത്തിക പാരമ്പര്യം അഥവാ എക്കണോമിക് ലെഗസി. അതില് ഈ അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിയെ ആശ്രയിച്ചിട്ടുള്ള സമ്പദ് വ്യവസ്ഥ, ദാരിദ്ര്യവും അസമത്വവും, ഈ പോയിന്റ് നമ്മൾ നോക്കണം. ദാരിദ്ര്യവും അസമത്വവും ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ട്. അതായത് ഇപ്പം ദാദാഭായ് നവറോജിയുടെ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം അദ്ദേഹം 1901 രചിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തില് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ചൂഷണത്തെ ശക്തമായിട്ട് വിമർശിക്കുന്ന ഒരു കൃതിയാണ് ഈ ഒരു കൃതി. അതുപോലെ തന്നെ അതിലാണ് അദ്ദേഹം ഡ്രെയിൻ തിയറിനെ കുറിച്ച് പറയുന്നത്. അതിൽ പറയുന്നത് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകിപ്പോയതാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം എന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പം ഇത് ഒരു മാറ്റമാണ് ഇന്ത്യയിൽ ദാരിദ്ര്യവും അസമത്വവും ഒക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഇത് സാമ്പത്തിക പാരമ്പര്യത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതാണ് തുറമുഖങ്ങൾ, റെയിൽവേ, റോഡുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ. ഇത് ഈ റെയിൽവേ, തുറമുഖങ്ങൾ, റോഡുകൾ ഇതൊക്കെ ഈ ബ്രിട്ടീഷേഴ്സ് ഇവിടെ കൊണ്ടുവന്നു. അത് ഈ ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ആഗോള വിപണിയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ വർദ്ധിക്കാൻ കാരണമായി. അപ്പം ഇത്രയൊക്കെയാണ് മെയിനായിട്ടും ഈ എക്കണോമിക് ലെഗസിയിൽ പറയാനുള്ളത്. ഇനി അടുത്തത് സാമൂഹിക പാരമ്പര്യമാണ്, അതായത് സോഷ്യൽ ലെഗസി. സോഷ്യൽ ലെഗസിയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനമാണ്. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചതോടു കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടാവാൻ കാരണമായി. പിന്നെ അതുപോലെ തന്നെ പുതിയ മധ്യവർഗത്തിന്റെ ഉദയം, ജാതിവർഗ മത വിഭജനങ്ങളുടെ ശക്തിപ്പെടൽ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. ഇതൊക്കെ ആണ് വലിയ മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാംസ്കാരിക പാരമ്പര്യം, അതായത് കൾച്ചറൽ ലെഗസി നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ ആശയങ്ങളും പ്രാദേശിക സംസ്കാരവും പാശ്ചാത്യ സംസ്കാരവും തമ്മിലുള്ള സംയോജനം, സാഹിത്യം, മാധ്യമങ്ങൾ, കല എന്നിവയിൽ മാറ്റങ്ങൾ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു കൾച്ചറൽ ലെഗസിയിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം ലെഗസി ഓഫ് കൊളോണിയലിസം എന്ന് പറയുന്നത് കൊളോണിയൽ ഭരണത്തിന്റെ നല്ലതും മോശവുമായിട്ടുള്ള ദീർഘകാല സ്വാധീനങ്ങളുടെ ആകെ തുകയാണ്. സ്വാതന്ത്ര്യാനന്തര രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയം, സമ്പദ് വ്യവസ്ഥ, വിദ്യാഭ്യാസം, സാമൂഹിക ഘടന, സംസ്കാരം എന്നിവയെ ഇന്നും അത് സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ.